അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു, പൂളാനും നങ്കൊക്കെ കൂടി കെട്ടിയത് വാങ്ങിച്ചത്, ലേലം വിളിച്ചെടുത്തത്. അതിൽ നങ്കിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞു. ഇനി ഇന്നുണ്ടായത് പൂളാനും ഒരു പൊരിക്കയും പ്രാഞ്ഞീനൊക്കെ കൂടി തിളപ്പിച്ചതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളിയാക്കി ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്, തക്കാളിയൊക്കെ ഇട്ടട്ടാ. ഇതാണ് ഒരു കറി. പിന്നെ ഒരു കറി കക്ക മേടിച്ചിട്ടാ, കക്ക ഫ്രൈ ചെയ്തതാണ് ഒരു കറി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ ഞാനൊരു 1/2 കിലോ കക്ക മേടിച്ച് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പല പ്രാവശ്യം കഴുകി അഴുക്കൊക്കെ കളഞ്ഞ് നീറ്റാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് ഞാൻ 1-2 പ്രാവശ്യം, ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫുൾ പ്രോസസ്സിൻ്റെ, അതായത് പറ്റിക്കണതും വറുക്കണതും എല്ലാം ഉൾപ്പെടെ. അപ്പോൾ ഒരു പ്രാവശ്യം ആരോ, പിന്നെ രണ്ടാമത് ഞാൻ ഒന്നിട്ടപ്പോഴേ ആരോ ചോദിച്ച് ഒന്ന് അത് പറ്റിക്കണോ ഒന്നും കൂടി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണിക്കണതാണ്. അപ്പോൾ ഞാൻ കഴുകി നീറ്റാക്കി വെച്ചേക്കണതിലേക്ക് ഒരു അല്പം മുളക് പൊടി, അതിന് മാത്രമില്ല, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടു. പിന്നെ ഉപ്പിട്ട്, ആവശ്യത്തിന് ഉപ്പിട്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ധാരാളം തന്നെ എടുക്കണം. ഒരു ഉണ്ട മുഴുവൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി, അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക് ഇവിടുത്തെ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് വേവിക്കുമ്പോഴാണ് നല്ലത്. അപ്പോൾ ഇതിൽ പിടിക്കുകയും ചെയ്യും. വേവിക്കുമ്പോൾ തന്നെ ഇത് ഇടുക, അപ്പോൾ അതിൻ്റെ മണവും ഗുണവും എല്ലാം ഇതിൽ പിടിച്ചോളും. എന്നിട്ട് ചെറുതീയാണ് കേട്ടോ ഇടുന്നത്. ചെറുതീയിലിട്ടാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഒരു വാവട്ടമുള്ള ചട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കാം, അടിക്ക് പിടിക്കില്ല. അപ്പം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പും മുളകും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ലോണം പിടിക്കും. ചെറുതീയിലിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഇത് ചൂട് കയറി കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു വെള്ളം വരും. അപ്പം നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ചെറുതീയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇത് പറ്റിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ വറുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കക്ക ഇറച്ചി പൊടിഞ്ഞും പോവും, അടിക്കും പിടിക്കും. ഇത് പറ്റിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആറണം. അപ്പോൾ ഒന്നും കൂടി ഉണ്ട്, ചെറുതായിട്ട് കൂടി വെള്ളം പറ്റാനുണ്ട്. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി പറ്റിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനിയിപ്പോൾ ഞാനിത് ഇന്ന് രാത്രിയാണിത്, നാളെ ഇത് വറക്കുള്ളൂ. അപ്പോഴേക്കും നല്ലോണം തണുത്ത് റെഡി ആയിട്ടുണ്ടാകും. ഇത് ആറിക്കഴിയുമ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് നാളെയാണ് ഞാനിത് റെഡിയാക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കക്കയിറച്ചി ഫ്രൈ ചെയ്യാൻ പോകട്ടോ. ഞാൻ ഇന്നലെ പറ്റിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറ്റിച്ചപ്പോൾ എല്ലാ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടാണ്, മുളക് പൊടി, ഉപ്പെല്ലാം കൂടി ഇട്ടാണ് നമ്മൾ കക്ക വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചുമന്നുള്ളിയാണ്, കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. വേറെ പച്ചമുളക്, ഇഞ്ചിയും കാര്യങ്ങളൊന്നും ഇനി ഇടുന്നില്ല. ഒന്ന് വാടട്ടെ. അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ പൊടിച്ച മസാലയാണ്, അത് ഇട്ട് കൊടുക്കാം. കക്കയിറച്ചി ഞാൻ പറ്റിച്ച് വെച്ചിരിക്കുന്നത് 6 കിണപ്പ് ഇതിലാക്കി വെച്ചിരുന്നു, അങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ കക്ക ഇറച്ചി വെക്കുമ്പോൾ പറ്റിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോട്ടാ, അടിക്കും പിടിക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പം നമുക്ക് കറി നോക്കാം കേട്ടോ. കക്ക ഇറച്ചി ഇളക്കി കൊടുക്കുന്നുണ്ടായി കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇതിൻ്റെ ഒരു ചെറിയൊരു വെള്ളം പറ്റുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമുക്കല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. മൂടി ആകുന്നുണ്ട്, മൂടി വെക്കാം. നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, എല്ലാം വിട്ട് ഒക്കെ ആയിട്ടുണ്ട്, പിടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഉണ്ടോ, നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഈ സമയത്ത് നമുക്കേ ഇത് കുരുമുളകും ഏലക്കയും കൂടി ചതച്ചതാണ്, അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ മീൻ തിളപ്പിക്കണം. ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മീൻ കുറവാണ്. ഒപ്പം ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ചാൽ നോക്കാം കേട്ടോ. ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതിൽ പലവിധ മീനുകളാണ് കേട്ടോ. പൂളാനുണ്ട്, പ്രാഞ്ഞീനുണ്ട്, ഒരു ചെറിയ പൊരിക്കയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വേവൊക്കെ ഒരുവിധം ഒപ്പമാണ്. ഇട്ട് കൊടുക്കാം. ഒരു മീനും ഉണ്ട്. എല്ലാം ഒന്ന് മുക്കിയിട്ട് കൊടുക്കാം. കേട്ടെ, ഇവിടെ മീനൊന്ന് നോക്കാട്ടോ. മീൻ തിളച്ചിട്ടൊരു 5 മിനിറ്റായി. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കൂടി മൂടി വെക്കാം. നമ്മുടെ കറി നോക്കാട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഇട്ട് വെച്ച പൂളാൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എടുക്കാം. അപ്പോൾ പൂളാൻ വലിയ പൂളാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലയുടെ ആളാണ് കേട്ടോ. നമുക്ക് തലയാണ്, ബ്രെയിനാണ് ഇഷ്ടം കേട്ടോ. ഈ ബ്രെയിനിനെ ഒരെണ്ണം എടുക്കാം. തല ഞാൻ മാറ്റിയിട്ട് അങ്ങനെ ആക്കം കൊടുക്കാതെ കേട്ടാ. പൊങ്കാലയില്ല കേട്ടോ. അല്പം ചാറെടുക്കാം. സാലിച്ചേട്ടന് ഇത് പൊരിക്കാൻ കേട്ടോ ഇഷ്ടം. ഇത് ഇപ്പോഴത്തെ മീൻ. പിന്നെ പൂളാത്തിൻ്റെ നടുനുറുക്കൊക്കെ ഉണ്ട്. ചാറ് ഇതിലൊഴിക്കട്ടെ. പിന്നെ കക്ക ഇറച്ചിയാണ്, അത് അധികം കഴിക്കാറില്ല കേട്ടോ. എനിക്കതിന് ഗ്യാസ് കയറും. അപ്പോൾ പൊടിക്കെടുക്കുള്ളൂ. പിന്നെ അച്ചാറൊക്കെ ഇല്ല. അച്ചാറിന് ഞാൻ നാരങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ ഈന്തപ്പഴമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്ന് അച്ചാറിടും കേട്ടോ. ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കഴിക്കാം. ചാറ് പൊളിയാണ് കേട്ടോ. ചാറ് പൊളിയാണ്. പൂളാത്തിൻ്റെ മുട്ടയുള്ള പൂളാനായിരുന്നു കേട്ടോ. മുട്ടയൊക്കെ എനിക്ക് തോന്നുന്നത് നടുനുറുക്കിൻ്റെ അകത്തായിപ്പോയെന്ന് തോന്നുന്നു. നല്ല തലഭാഗമാണ്. നല്ല ടേസ്റ്റ്. സൂപ്പറാട്ടോ. പൊളി പൊളി. കക്കാർച്ചി നല്ല ഉഗ്രം കക്കാർച്ചിയായിരുന്നു. നല്ല ഫ്രഷായിരുന്നു കേട്ടോ. അതുകൊണ്ട് വാങ്ങിച്ചതാണ്. വിലയും കൂടുതലായിരുന്നു. നല്ല കക്കാർച്ചയായിരുന്നു. അധികം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കക്കാർച്ചിയുടെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരോ എന്നോട് 2-3 പേര് ആവശ്യപ്പെട്ടിരുന്നു കക്കാർച്ചി പറ്റിക്കണതും ഒക്കെ. അപ്പം നന്നായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും, നിങ്ങളൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.